ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതായത് ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് ഇതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇതാണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, സെക്കൻഡ് ഓർഡറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. അപ്പം വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്താണ്? ഹോമോജീനിയസ് ആണ്. അപ്പോൾ എന്തായിരിക്കും നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ, അതായത് നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഇതെന്തല്ല? ഹോമോജീനിയസ് അല്ല. അപ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്ത് വരണം? എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വേരിയബിളോ 0 അല്ലാത്ത എന്തെങ്കിലും ഒരെണ്ണം വരണം. അപ്പോൾ അതെന്താണ്? നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇനി ഇങ്ങനെയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇതങ്ങ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഈ ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെന്താണ്? വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. എന്താണ് വൈ ഓഫ് എക്സ്? എന്താണ് വൈ പി ഓഫ് എക്സ്? ആദ്യം നമുക്ക് എന്താണ് വൈ സി ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് അല്ല അല്ലേ, നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, ഈക്വൽ ടു ആർ ഓഫ് എക്സ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹോമോജീനിയസ് ആക്കണം. ഹോമോജീനിയസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കി എഴുതിയതിന് ശേഷം സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായിരിക്കും വൈ സി ഓഫ് എക്സ്. ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വൈ സി ഓഫ് എക്സ് കിട്ടും. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നിങ്ങൾ വൈ സി ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി എന്താണ് വൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അപ്പം ഇതാണ് ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഇതിൽ പറയുന്നത് എന്താ? വെരിഫൈ ദാറ്റ് വൈ പി ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഈ വൈ പി എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനോ? ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് എന്താ? ജനറൽ സൊല്യൂഷൻ. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുക? ഈ സാധനം ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ളത് എന്താണോ അത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? സൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ് ജനറൽ സൊല്യൂഷൻ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ലീനിയർ ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, വൈ സി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇത് സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാം അല്ലേ. എന്താ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത്? വൈ പി ഈക്വൽ ടു എക്സ് ക്യൂബ്. ഈ സാധനം ഇതിലിട്ട് കൊടുക്കുമ്പം ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ളത് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾ നോക്ക്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ നോൺ ഹോമോജീനിയസ് ആണ്, കാരണം ഇവിടെ 0 അല്ല. പിന്നെ ഇത് ലീനിയർ അല്ലേ, ലീനിയറും ആണ് നോൺ ഹോമോജീനിയസും ആണ്. ഓക്കെ, ഇനി ഇത് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം നിങ്ങൾ വൈക്ക് പകരം എന്താക്കി കൊടുക്കുക? വൈ പി ആക്കി കൊടുക്കുക. വൈ പി ഡാഷ് പ്ലസ് 5yp ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x അല്ലേ. ഇനിയോ ഇതിൽ കൊടുക്കാൻ വൈ പി നമുക്കറിയാം, വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കണ്ടേ? സോ വൈ പി എന്താണ്? എക്സ് ക്യൂബ്. വൈ പി ഡാഷ് എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ്. എന്താണ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്? 3x സ്ക്വയർ. വൈ പി ഡബിൾ ഡാഷ് എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 6x വരും അല്ലേ. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. വൈ പി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 6x കിട്ടി. -2 ഇൻറ്റു വൈ പി ഡാഷ് എനിക്ക് എന്താ കിട്ടിയത്? 3x സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു വൈ പി എന്താണ്?
എക്സ് ക്യൂബ് ഈക്വൽ ടു എന്താ വരിക 6x മൈനസ് 2 ഇൻറ്റു 3 6x സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു എക്സ് ക്യൂബ് എന്താണ് 5x ക്യൂബ്. ഞാൻ എന്താ ചെയ്യുന്നത് ഈ പവർ വലുത് വരുന്നത് ഞാൻ ആദ്യം എഴുതാൻ പോവുക ചെയ്യുന്നത്. അതായത് ഇവിടെ വലിയ പവർ ഏതാ 3 അല്ലേ വരുന്നത്, അപ്പം ഞാൻ 5x ക്യൂബിന് ആദ്യം എഴുതി. പിന്നെയോ ഇവിടെ അതിൻ്റെ ചെറുത് വരുന്നത് 2 അല്ലേ, അപ്പം 6x സ്ക്വയർ പിന്നെയാണ് എക്സിന് എഴുതുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് ഈ വൈ പി എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്ത സമയത്ത് നമുക്ക് ഇതാ കിട്ടിയത് 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x. ഇനി ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്താ കിടക്കുന്നത് 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x. അപ്പം വൈ പി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്ത സമയത്ത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്താണോ ഉള്ളത് അത് നമുക്ക് കിട്ടി. സോ വൈ പി എന്ന് പറയുന്നത് എന്താണ്, is a solution of the differential equation ഫസ്റ്റ് അല്ലേ. വൈ പി എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലേ. ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്, ജനറൽ സൊല്യൂഷൻ. നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ y of x ഈക്വൽ ടു yc of x പ്ലസ് yp of x ആണ്. yp of x നമുക്കറിയാലോ, എന്താ കണ്ടുപിടിക്കേണ്ടത് yc of x. yc of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണല്ലേ. ഇതിനെ നമ്മൾ ഹോമോജീനിയസ് ആക്കണം. ഹോമോജീനിയസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈക്വൽ ടു എന്തിട്ട് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെന്തായി, ഹോമോജീനിയസ് ആയി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, yc of x കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ, ഇത് ലീനിയർ ആണ്, ഒരു ഹോമോജീനിയസും ആണ്. ആദ്യം എന്ത് എഴുതണം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എന്നിട്ടോ ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇതിനി പറയണ്ടല്ലോ, -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ഞാൻ ഇതിനെ ഇക്വേഷനെ എഴുതി. എന്നിട്ടോ ഇവിടെ നിങ്ങൾ നോക്കൂ, റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നു. നമ്മൾ എന്താ ചെയ്യുക, മൈനസ് വന്നാൽ ആ മൈനസ് ഒഴിവാക്കിയിട്ട് അതിന് പകരം ആരെ ഇട്ട് കൊടുക്കും, ഐനെ ഇട്ട് കൊടുക്കും. എന്നിട്ടോ എന്താണ് റൂട്ട് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കോ, 2 പ്ലസ് ഓർ മൈനസ് നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധനമല്ലേ. ഞാൻ ഈ 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. ഇപ്പം എന്തായി, 2ക്ക് ക്യാൻസലായിപ്പോയി, ഇവിടെ പോയി കഴിഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് 2y ഇത്രയല്ലേ വരുള്ളൂ. ഇനി നിങ്ങളിത് ഫുള്ള് സെപ്പറേറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താലും മതി. അപ്പോൾ ഇതെന്തൊക്കെയായി, 1 പ്ലസ് 2yയും 1 മൈനസ് 2y. അപ്പോൾ രണ്ട് റൂട്ട് ഏതൊക്കെയാണ്, m1 ഈക്വൽ ടു m2 ഈക്വൽ ടു കിട്ടിയില്ലേ. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക, നമുക്ക് കിട്ടുന്ന റൂട്ട് ഡിഫറെൻറ്റും അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ട്സും ആണെങ്കിൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്താ, e⁴ ഇൻറ്റു c1 cos ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് അല്ലേ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി എന്താണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട്സിൻ്റെ ഫോർമാറ്റ് നോക്കുക. ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ ആണ് നമ്മുടെ റൂട്ടിൻ്റെ ഫോർമാറ്റ്. ഇതാ ഇവിടെ കിടക്കുന്നതാണ് ആൽഫ. അപ്പോൾ ആൽഫ എന്താണ്, 1. അതിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതാണ് ബീറ്റ. ഇനി ഇതിൽ കൊടുത്തൂടെ നമുക്ക് എന്ത് കിട്ടും, y of x ഈക്വൽ ടു e⁻x ഇൻറ്റു c1 cos 2x പ്ലസ് c2 sin 2x. ഇതാണ് നമ്മുടെ yc of x. മനസ്സിലായല്ലോ. നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്താക്കണം, ഹോമോജീനിയസ് ആക്കണം. എന്നിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും yc of x. ഇനി നമ്മുടെ മൊത്തം സൊല്യൂഷൻ എന്താ വരിക, y of x ഈക്വൽ ടു yc of x പ്ലസ് yp of x അല്ലേ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതായത് yc of xന് പകരം കൊടുക്കുന്നു. എന്താണ്, e⁻x ഇൻറ്റു c1 cos 2x പ്ലസ് c2 sin 2x അല്ലേ, പ്ലസ് yp of x ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു, x ക്യൂബ്. ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. വേരിഫൈ ദാറ്റ് yp ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 2x ആണ്. മൈനസ് കോസ് 2x is a solution of the differential equation d square plus 3d minus 4 into y equal to 8 cos 2x plus 6 sin 2x. Hence, solve the initial value problem d square plus 3d minus 4 into y is equal to 8 cos 2x plus 6 sin 2x. y of 0 equal to 1, y dash of 0 equal to minus 3. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, വെരിഫൈ ദാറ്റ് yp equal to minus cos 2x
ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് വൈ പി ഈക്വൽ ടു മൈനസ് കോസ് 2x എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വേരിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കിട്ടിയല്ലോ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള വൈ പി എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് വേരിഫൈ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ അറിയാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഹെൻസ് സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. അതായത് തന്നിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതും നമുക്കറിയാലോ. എന്താണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മാറ്റമേ ഉള്ളൂ. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്തിനാണ് തരുന്നത്? ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തിനാണ് തരുന്നത്? നമ്മുടെ ഉത്തരത്തിലുള്ള കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഉത്തരത്തിൽ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് തരിക അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ വൈ പി എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? സൊല്യൂഷൻ ആണോ എന്ന് വേരിഫൈ ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എടുത്തെഴുതാണ്. ഡി സ്ക്വയർ പ്ലസ് 3d മൈനസ് 4 ഇൻറ്റു വൈ ഈക്വൽ ടു 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. ഇനി ഇതിനൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? ഈ വൈന് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക. ഡി സ്ക്വയർ വൈ പ്ലസ് 3dy മൈനസ് 4y ഈക്വൽ ടു 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് ആണ്. അങ്ങനെയാണ് ഡി ക്യൂബ് വൈ എന്തായിരിക്കും? വൈ ട്രിപ്പിൾ ഡാഷ്. അങ്ങനെയാണ് ഡി റീസ് ടു 4y എന്താ? വൈ റീസ് ടു 4 വരും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഡി വൈ? ഒരെണ്ണല്ലേ ഉള്ളൂ, വൈ ഡാഷ്. അപ്പം ഡി സ്ക്വയർ വൈക്ക് പകരം ഞാൻ വൈ ഡബിൾ ഡാഷ് കൊടുത്തു. ഇതിനോ 3 ഇൻറ്റു ഡി വൈ എന്താണ്? വൈ ഡാഷ് മൈനസ് 4y ഈക്വൽ ടു 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതാ ഇങ്ങനെ മാറ്റി എഴുതിക്കൊള്ളണം കേട്ടോ. ഓക്കെ, ഇനി നോക്ക്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. അപ്പുറത്ത് എന്തുണ്ട്? ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്. ഓക്കെ, നോൺ ഹോമോജീനിയസ് ആണ് സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. പക്ഷേ നമുക്ക് ആദ്യം കാണേണ്ടത് വൈ പി എന്ന് പറയുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യണം. സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാദ്യം തന്നെ വൈക്ക് പകരം എന്താക്കി കൊടുക്കുക? വൈ പി ആക്കി കൊടുക്കുക. പ്ലസ് 3yp ഡാഷ് മൈനസ് 4yp ഈക്വൽ ടു 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. ഇനി ഇത് ഓരോന്നും കണ്ടുപിടിക്കണ്ടേ? വൈ പി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കാം. നമുക്ക് എന്തൊക്കെ വേണം? എന്താ? വൈ പി ഡാഷ് വേണം, വൈ പി ഡബിൾ ഡാഷ് വേണം. വൈ പി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ വൈ പി ഡാഷ് കണ്ടുപിടിക്കാം. എന്താ വൈ പി ഡാഷ്? വൈ പിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഞാൻ ഈ മൈനസ് ഇവിടെ എടുത്തെഴുതി. എന്താണ് കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ അല്ലേ. എന്നിട്ട് ഇവിടെ ഉള്ളത് എഴുതാം. ഇൻറ്റു ഇവിടെയുള്ളത് എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2. അപ്പോൾ എന്താ വരിക? ഈ മൈനസും മൈനസും പ്ലസ് ആയിപ്പോയി. ഇൻറ്റു 2 സൈൻ 2x എന്ന് കിട്ടും അല്ലേ. വൈ പി ഡാഷ് കിട്ടിയില്ലേ. ഇനി വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചൂടെ? വൈ പി ഡബിൾ ഡാഷ് എന്താ? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് വൈ പി ഡബിൾ ഡാഷ് കിട്ടും. 2 ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ്. എന്നിട്ടോ ഇവിടെ ഉള്ളത് എഴുതുക. ഇൻറ്റു ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4 കോസ് 2x കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തൂടെ? നമുക്ക് കൊടുക്കാം. വൈ പി ഡബിൾ ഡാഷ് എന്താണ്? 4 കോസ് 2x പ്ലസ് 3 ഇൻറ്റു വൈ പി ഡാഷ് അല്ലേ. എന്താണ് വൈ പി ഡാഷ്? 2 സൈൻ 2x മൈനസ് 4 ഇൻറ്റു വൈ പി. വൈ പി എന്താണ്? ഇൻറ്റു മൈനസ് കോസ് 2x ഈക്വൽ ടു 4 കോസ് 2x 3 ഇൻറ്റു 2 എന്താണ്? 6 സൈൻ 2x. ഈ മൈനസും ഇതാ ഈ മൈനസും കൂടി ചേർന്ന് പ്ലസ്. ഇതെന്താ? 4 ഇൻറ്റു കോസ് 2x 4 കോസ് 2x. ഇവിടെ നോക്ക്, 4 കോസ് 2xും 4 കോസ് 2xും കൂടി കൂട്ടിയാൽ എത്ര എണ്ണായി? 8 കോസ് 2x ആയില്ലേ. പ്ലസ് 6 സൈൻ 2x. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വൈ പിക്ക് പകരം ഇത് കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. ഇവിടെ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് എന്താ? 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. ഇവിടെ എന്താണ്? 8 കോസ് 2x പ്ലസ് 6 സൈൻ 2x. അപ്പം വൈ പി എന്ന് പറയുന്ന സാധനം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്കിതാ സെയിം സാധനം തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് വൈ പി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1.
ഇതിന് 1 എന്ന് കൊടുത്താൽ മതി. അപ്പം ആദ്യം നമ്മൾ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്തു അല്ലേ, നമുക്ക് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ലീനിയർ ആണ്, അതേപോലെ തന്നെ നോൺ ഹോമോജീനിയസും ആണ്. അപ്പോൾ ലീനിയർ ആണ്, നോൺ ഹോമോജീനിയസും ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, y of x ഈക്വൽ ടു yc of x പ്ലസ് yp of x. yp of x അറിയാലോ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. yc of x എന്താണ്, നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കിയിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് yc of x. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം, yc of x കണ്ടുപിടിക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഇതിനെ ഹോമോജീനിയസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതെന്തായി, ഹോമോജീനിയസ് ആയി. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, y ഡബിൾ ഡാഷിന് പകരം എന്ത് കൊടുക്കുക, m² കൊടുക്കാം. y ഡാഷിന് പകരം എമ്മും yക്ക് പകരം ഞാൻ 1ഉം കൊടുത്തു. എന്നിട്ടോ സോൾവ് ചെയ്യാം. ഞാൻ എന്താ -b പ്ലസ് ഓർ മൈനസ് ഒക്കെ എഴുതി, എക്കും ബിക്കും സിക്കും ഒക്കെ വാല്യൂ ഇട്ട് കൊടുത്തു. എനിക്ക് റൂട്ട്സ് എന്തൊക്കെ കിട്ടി, 1ഉം -4ഉം കിട്ടിയില്ലേ. അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ m1 ആക്കിയിട്ടും ഒരെണ്ണത്തിന് m2 ആക്കിയിട്ട് എടുത്തു. ഇനി എന്തായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് കിട്ടിയ റൂട്ട് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, ഇത് രണ്ടും റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താ വരിക, c1 e raised to m1x പ്ലസ് c2 e raised to m2x ഈക്വൽ ടു എന്താ വരിക, c1 e raised to x പ്ലസ് c2 e raised to -4x. അപ്പം നമുക്ക് എന്ത് കിട്ടി, yc of x കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മുടെ സൊല്യൂഷൻ, നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yc of x പ്ലസ് yp of x ആണ്. അപ്പം yc of x എന്താണ്, c1 e raised to x പ്ലസ് c2 e raised to -4x പ്ലസ് yp of x ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു, മൈനസ്, ഈ പ്ലസ് മാറ്റി ഇവിടെ -cos 2x എന്ന് എഴുതുക. കാരണം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള yp of xൽ മൈനസ് ഉള്ളതുകൊണ്ട് ഈ പ്ലസ്സും മൈനസും ഇൻറ്റു ചെയ്ത് അവിടെ മൈനസ് ആകും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കിട്ടിയല്ലോ. ഇനിയോ ചോദ്യം എന്താ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണല്ലേ. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തിനാ തരുന്നത്, നമുക്ക് കിട്ടുന്ന ഉത്തരത്തിലെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലേ അത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇനിഷ്യൽ കണ്ടീഷൻസ് അല്ലേ. ആദ്യത്തേത് എന്താ, y of 0 ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എക്സിൻ്റെ വാല്യൂവും ഇവിടെ കിടക്കുന്നത് ഇതിൻ്റെ വാല്യൂ ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്താ ഉള്ളത്, y അല്ലേ. അപ്പം yയിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇതല്ലേ നമ്മുടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം y of x ഈക്വൽ ടു എന്താണ്, c1 e raised to x പ്ലസ് c2 e raised to -4x മൈനസ് cos 2x. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1. c1 e raised to എക്സിന് പകരം 0 കൊടുത്തു. c2 e raised to -4x, -4 ഇൻറ്റു എക്സ് എന്താണ് 0 അല്ലേ, -4 ഇൻറ്റു 0 0 മൈനസ് cos 2 ഇൻറ്റു 0 cos 0 1 ഈക്വൽ ടു c1 പ്ലസ് c2 -1. എങ്ങനെയായത്, cos 0ൻ്റെ വാല്യൂ 1 ആണ്, e raised to 0ൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഈ -1 ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താകും, 2 ഈക്വൽ ടു c1 പ്ലസ് c2 അല്ലേ. ഈ -1 ഇപ്പുറത്തോട്ട് പോകുമ്പം +1 ആകും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് 2 ആകും. അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -3 എന്ന് വെച്ചാൽ എന്താ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എക്സിൻ്റെ വാല്യൂ, ഇവിടെ ഉള്ളതിൻ്റെ വാല്യൂ ആണ് ഇത്. അതായത് y ഡാഷ് ഈക്വൽ ടു -3 അല്ലേ. ഇനി ഇത് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതും കൊണ്ടുപോയി വൈയിൽ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് 0 എന്ന് പറയുമ്പം അത് അവിടെ എന്താ കിടക്കുന്നത്, y ആണ്, അത് വൈയിൽ കൊടുക്കണം. y ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ കിടക്കുന്നത് y ഡാഷ് ആണ്. അപ്പോൾ അത് എന്തിലേ കൊടുക്കാൻ പാടുള്ളൂ, y ഡാഷിലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് y ഡാഷ് കണ്ടുപിടിക്കണ്ടേ. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ, വൈനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് y ഡാഷ് കിട്ടും. c1 ഇൻറ്റു e raised to xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, e raised to x പ്ലസ് c2 ഇൻറ്റു e raised to -4xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, e raised to -4x ഇൻറ്റു ഈ മേലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് -4xൻ്റെ ഡെറിവേറ്റീവ് -4 മൈനസ് cos 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ. എന്നിട്ടോ ഇത് അതുപോലെ എഴുതുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി കൊടുക്കുക 2. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 e raised to x
ഈ മൈനസ് എന്താകും, ഈ പ്ലസിനോട് ഇൻറ്റു ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. -4 ഇൻറ്റു C2 -4C2 e⁻⁻4x. ഈ മൈനസും മൈനസും പ്ലസ് ആകും 2 sin 2x എന്ന് വരും. അപ്പോൾ y' കിട്ടിയല്ലോ. ഇനി y' വാല്യൂ ഇട്ട് കൊടുത്തൂടെ. y' വാല്യൂ -3, എക്സിന് എന്തും കൊടുക്കുക, 0യും കൊടുക്കുക. ഇനി ഇതെങ്ങനെയായത്, ഞാൻ ഇവിടെയൊക്കെ 0 കൊടുത്തു അല്ലേ. 0 കൊടുത്തപ്പോൾ e⁻0ൻ്റെ വാല്യൂ 1 ആയിപ്പോയി, e⁻0 ഇവിടെയും 1 ആയിപ്പോയി. sin 0 എന്ന് പറഞ്ഞാൽ 0. 2 ഇൻറ്റു 0 എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പോൾ ഇത് മൊത്തം എന്തായിപ്പോയി, 0ലോട്ട് പോയി. ബാക്കിയുള്ള ടേംസ് ആണ് ഇത്. അപ്പം ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, C1 + C2 = 2. രണ്ടാമത് കിട്ടിയത് ഇതാ ഈ ഇക്വേഷൻ. ഇനി ഇത് കമ്പയർ ചെയ്താൽ നമുക്ക് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഇത് കമ്പയർ ചെയ്ത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയാം. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തത് ഇത് രണ്ടും കൂടി കൂട്ടുമായിരുന്നു ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം കൂട്ടുന്ന സമയത്ത് C2 അല്ലെങ്കിൽ C1 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൽ ഇവിടെ 4 ഇല്ല, C1 - C2 C1 + C2 ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് C1 C2 ക്യാൻസൽ ചെയ്ത് പോകൂല, വീണ്ടും C1 C2 വരുന്ന ഒരു ഇക്വേഷൻ വരും. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ മാറ്റണം. നമുക്കറിയാം ഇവിടെ എന്താ, C1 - 4C2 ആണല്ലേ. അപ്പം ഈ ഇക്വേഷനെ ഇതിനോട് കൂട്ടുമ്പോൾ C2 ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇതെന്താണ്, -4C2. ഇവിടെ ഒരു +4C2 ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകൂലേ. ഒരേ സാധനം നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇത് തമ്മിൽ കൂട്ടുന്ന സമയത്ത് ഇതേ സാധനം പോസിറ്റീവായിട്ട് ഇവിടെ കിടക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ ഇവിടെ C2 മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു 4C2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്യാൻസൽ ആക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം. ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ ഏത് വെച്ച് ഗുണിക്കണം, ഏത് വെച്ച് കുറയ്ക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽജിബ്രായിക്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം ഈ ഇക്വേഷൻ 1നെ 4 കൊണ്ട് ഗുണിക്കുക, എന്ത് വരും, 4C1 + 4C2 = 2 × 4 എന്താണ്, 8 ആയില്ലേ. ഇതിനെ ഞാൻ 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ 3യും 2ഉം കൂടി കൂട്ടുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, =ൻ്റെ അപ്പുറത്തുള്ളത് കൂട്ടാം, -3യും 8ഉം കൂട്ടാം. എന്നിട്ടോ C1 - 4C2 പ്ലസ് ഇത് കൂട്ടാം, 4C1 + 4C2. ഇപ്പം നിങ്ങൾ നോക്ക്, ഒരേ സാധനം നെഗറ്റീവും പോസിറ്റീവും വന്നില്ലേ. ഇനി ഇത് രണ്ടും വെട്ടിപ്പോകൂലേ. ബാക്കി എന്താ ഉള്ളത്, C1ഉം 4C1ഉം മൊത്തം എത്ര എണ്ണം ഉണ്ട്, 5C1. ഇനി -3 + 8 എന്താണ്, 5. ഇനി ഈ 5നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ പോരെ, അവിടെ ഗുണിച്ചത് ഇവിടെ വരുമ്പം ഹരണമാകും. അപ്പോൾ C1 = നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടിയില്ലേ. ഇനിയോ ഈ ഇക്വേഷനിൽ നമുക്കറിയാം C1 + C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. C1ന് ഞാൻ 1 കൊടുത്തു. ഇനിയോ ഈ 1നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ C2 കിട്ടൂല. ഇതിവിടെ കൂട്ടിയതായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറയ്ക്കാം. അപ്പോൾ C2 നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y(x) = C1 e⁻x + C2 e⁻⁻4x - cos 2x ആണ്. അപ്പം y(x) = C1ന് ഞാൻ 1 കൊടുത്താൽ 1 × e⁻x + 1 × e⁻⁻4x - cos 2x വരും. അതായത് e⁻x + e⁻⁻4x - cos 2x എന്ന് വരും. അപ്പോൾ സൊല്യൂഷൻ കിട്ടിയല്ലോ.